സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലിക യൂനിസ് എഴുതിയ നോവൽ ഇടനാഴിയുടെ അവസാനം, അധ്യായം 15. അന്ന് അത്രയും വൈകിയത് ലോഡ്ജിൽ വലിയൊരു പ്രശ്നമായി. മറ്റുള്ളവർ കേൾക്കെ തന്നെ നന്ദിനി ചേച്ചി ശകാരവാക്കുകൾ കൊണ്ട് ചെവി പൊട്ടിച്ചു. ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലെന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങളീ തോന്നിയാസം കാട്ടിയത്? ആ ദേഷ്യം പെട്ടെന്നൊന്നും അടങ്ങിയില്ല. ഇറങ്ങിപ്പോകുമ്പോഴും ഞാൻ പറഞ്ഞതാണ് നേരത്തെ എത്തണമെന്ന്. പരിചയമുള്ള സ്ഥലമായിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നു. ചേച്ചി ഒച്ച വെച്ചുകൊണ്ടിരുന്നു. പരിഹാസത്തിന്റെ ചാട്ടുളി യമുനയുടെയും രാധികയുടെയും മുഖത്ത് പ്രതിഫലിച്ചത് കണ്ടില്ലെന്ന് നടിക്കേണ്ടി വന്നു. രാത്രിയൊക്കെ ഇറങ്ങി നടന്ന് മറ്റുള്ളവർക്ക് കൂടി പേരുദോഷമുണ്ടാക്കരുത്. രാധികയാണ് അത് പറഞ്ഞത്, ഒരവസരം കിട്ടാൻ കാത്തിരിക്കുന്നത് പോലെ. പ്രതികരിക്കാൻ കഴിയാതെ നിസ്സഹായയായി നിന്നുപോയി ഇരുവരും. ചിന്നമ്മയെ നോക്കി കടുപ്പിച്ചൊന്ന് നോക്കാനേ കഴിഞ്ഞുള്ളൂ. അവൾ തല താഴ്ത്തുന്നത് കണ്ടു. തന്റെ നിരപരാധിത്വം വെളിപ്പെടുത്താനൊന്നും പോയില്ല. എന്തു പറഞ്ഞാലും അതിപ്പോൾ ഏൽക്കില്ലെന്നറിയാം. സിനിമയ്ക്ക് കയറിയ കാര്യം ഒന്ന് സൂചിപ്പിക്കാനുള്ള ധൈര്യവും ഉണ്ടായില്ല. ബസ് കിട്ടാൻ വൈകിയതാണ് കാരണമെന്ന് മാത്രം പറഞ്ഞു നിന്നു. പടി കടക്കുന്നതിന് മുമ്പ് തന്നെ ടോർച്ച് താൻ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അത് പുറത്തു കാട്ടേണ്ടെന്ന് തീരുമാനമെടുത്തത് താനാണ്. വെറുതെ മറ്റുള്ളവർ ഓരോന്ന് കൽപ്പിച്ചു കൂട്ടിയേക്കുമോ എന്ന ഭയം എങ്ങനെയോ ഉള്ളിൽ കടന്നുകൂടിയിരുന്നു. അറിഞ്ഞാലെന്താ, വഴിയിൽ കണ്ടപ്പോൾ അബുവിനോട് ചോദിച്ചു വാങ്ങിയതാണെന്ന് പറയാം. വളഞ്ഞ വഴിയിൽ ചിന്തിക്കാൻ ചിന്നമ്മ തയ്യാറായില്ല. വേണ്ട ചിന്നമ്മേ, ചേച്ചിക്ക് ഒന്നും തോന്നില്ലായിരിക്കും. ആ രാധികയും യമുനയും വെറുതെ ഇരുന്ന് ഓരോന്ന് പറയും. എന്തു പറയാനാ, വെറ്റിലപ്പറമ്പുകാരുമായി അത്ര അകൽച്ചയിലൊന്നുമല്ലല്ലോ ഇപ്പോൾ നമ്മൾ. എന്നാലും വേണ്ട, നാളെ ആരും കാണാതെ ഞാൻ അയ്യൂബിന്റെ കയ്യിൽ കൊടുത്തയച്ചോളാം. പടിക്കലെത്തുമ്പോൾ ഇങ്ങ് തന്നാൽ മതി. ചിന്നമ്മ പിന്നീട് തടസ്സവാദങ്ങളൊന്നും ഉന്നയിച്ചില്ല. കളങ്കം തന്റെ മനസ്സിൽ കിടന്നതുകൊണ്ടാവും ടോർച്ചിന്റെ കാര്യം മറ്റുള്ളവരെ അറിയിക്കേണ്ടെന്ന് വെച്ചത്. കുറ്റാക്കുറ്റിരുട്ടിൽ ആ തെങ്ങിൻ പറമ്പ് താണ്ടുമ്പോൾ ടോർച്ച് ഒരു വലിയ അനുഗ്രഹമായിരുന്നു. ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ചുറ്റിപ്പോയേനെ, ചിന്നമ്മ പറഞ്ഞു. കഷ്ടം, ആ ആൾക്കിനി ചൂട്ട് കിട്ടിയില്ലെങ്കിൽ ഈ വഴി എങ്ങനെ നടന്നു വരും? തനിക്കതോർത്തായിരുന്നു അങ്കലാപ്പ്. ആണുങ്ങളല്ലേ, എങ്ങനെയെങ്കിലും വീട് പിടിക്കും. ചൂട്ട് എവിടെ നിന്നെങ്കിലും വാങ്ങിക്കാമെന്നല്ലേ പറഞ്ഞത്? മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ ചിന്നമ്മ ഒരിക്കലും സാരമായി എടുക്കാറില്ല. സിനിമയ്ക്ക് പോകാൻ നിർബന്ധം പിടിച്ചത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. എന്തായാലും അന്ന് പടിക്കലെത്തുന്നതിനു മുമ്പ് ടോർച്ച് വാങ്ങി ബാഗിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. അതിന്റെ വലിപ്പം കാരണം സിബ് വലിച്ചിടാൻ കഴിഞ്ഞില്ല. പുറത്തേക്ക് ഉന്തി നിന്ന ഭാഗം സാരി തലപ്പിനുള്ളിലാക്കി. ആ നിൽപ്പിലാണ് വഴക്ക് മുഴുവനും കേട്ടത്. ഉള്ളിൽ ചാഞ്ചല്യമുണ്ടായിരുന്നത് കൊണ്ട് എല്ലാം നിശബ്ദം സഹിക്കേണ്ടി വന്നു. ആരുടെയും കണ്ണിൽപ്പെടാതെ ടോർച്ച് എയർ ബാഗിനുള്ളിലാക്കി വെച്ചു. പിറ്റേന്ന് വൈകുന്നേരം അയ്യൂബിന്റെ പുസ്തക സഞ്ചിയിൽ എടുത്തു വെക്കുന്നതുവരെ മനസ്സ് അശാന്തമായിരുന്നു. ഇത് കൊച്ചിക്ക എപ്പോ തന്നോ? അവൻ ചോദിക്കാതിരുന്നില്ല. എളാപ്പാന്റെ ടോർച്ച്, മുനീറിന്റെ വക. ഇന്നലെ അങ്ങാടിയിൽ വെച്ച് വാങ്ങിയതാണ്. ഇരുട്ടത്ത് വഴി നടക്കാൻ പേടിച്ചിട്ട്. മോനിത് ഇക്കാക്കാന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കാം. അവൻ തല കുലുക്കി. താൻ എന്തു പറഞ്ഞാലും അതേപടി അനുസരിക്കുമായിരുന്നു അയ്യൂബ്. ട്യൂഷന് വന്നതിന് ശേഷം ആ പ്രകൃതത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നു ചേർന്നിട്ടുണ്ടെന്ന് സൈനബ് പറഞ്ഞിരുന്നു. പഠിക്കാനൊക്കെ വലിയ ഉത്സാഹമാണ് ഇപ്പോൾ. അന്ന് രാധിക പറഞ്ഞ കൊള്ളിവാക്കുകൾ ഒരു കരടായി മനസ്സിൽ കിടന്നു. എല്ലാം നിശബ്ദം കേൾക്കാനേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. തെറ്റെന്തായാലും തങ്ങളുടെ ഭാഗത്തായിപ്പോയി. പിന്നീടൊരിക്കൽ ചിന്നമ്മ അടുത്തുകൂടി. എന്തൊക്കെയാ 3 പേരും കൂടി ഇരുന്ന് പറയുന്നതെന്നറിയോ മായിക്ക്? നമ്മളിങ്ങനെ മിണ്ടാതിരുന്നതാ കുഴപ്പം. എന്തോ പുതുതായി അവൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഓർത്തു. ചോദിക്കാനും പറയാനും നമുക്ക് വീട്ടിലും ആരും ഉണ്ടാവില്ലെന്നാ പറയുന്നത്. അതാ അന്യനാട്ടിൽ വന്നിട്ട് ഇങ്ങനെ കയറൂരി വിട്ടതുപോലെ നടക്കുന്നതെന്ന്. ഇന്ദു അന്നവിടെ തനിച്ചു വന്നതും ഇവരുടെ കണ്ണില് വലിയ തെറ്റായിരിക്കുന്നു. മനസ്സാകെ കലുഷമാവുകയാണെന്നറിഞ്ഞു. ആരാ ചിന്നമ്മയോട് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? സങ്കടവും അമർഷവും ഉള്ളിൽ അടക്കി പിടിച്ച് ചോദിച്ചു. ആരും നേരിട്ട് പറയില്ലല്ലോ, ഇതിനുള്ളിൽ നിന്ന് കേൾക്കുന്നതാണ്. ചിന്നമ്മ കേൾക്കാൻ വേണ്ടി നിന്നിട്ടല്ലേ? പണ്ടേ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ദുസ്വഭാവം അവൾക്കുണ്ട്. പ്രതിയോഗികൾക്ക് അതറിയുകയും ചെയ്യും.
നേരിട്ട് ഏറ്റുമുട്ടാനുള്ള തന്റെ ഇടമൊന്നും പാവത്തിനില്ല. അതുകൊണ്ടാണ് ചെവിയിൽ വീണതൊക്കെ ഒന്നൊഴിയാതെ തന്റെ അടുക്കൽ വന്ന് വിളമ്പുന്നത്. എന്തിനാ അവരെ കുറ്റപ്പെടുത്തുന്നേ? പറയാനുള്ള അവസരം നാം തന്നെ ഉണ്ടാക്കി കൊടുത്തു. എല്ലാം കൊണ്ടും തൃപ്തിയായില്ലേ ചിന്നമ്മയ്ക്ക്? തന്റെ ദേഷ്യം മൊത്തം അവളുടെ നേരെ പൊട്ടിയൊഴുകി. ആ മുഖം മ്ലാനമാവുന്നത് കണ്ടു. വേണ്ടിയിരുന്നില്ലെന്ന് പിന്നീട് തോന്നി. ഒരാശ്വാസത്തിന് വന്നതാണ് തന്റെ അരികെ. സാരമാക്കേണ്ട, പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഈശ്വരൻ വിചാരിച്ചാലും തടയാനാവില്ല. സമനില വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ അവളെ ആശ്വസിപ്പിക്കാൻ മനസ്സൊരുങ്ങി. ആരോടും പരിഭവമില്ലാതെ മുന്നോട്ടു പോകാനാണ് താൻ ആഗ്രഹിച്ചിരുന്നത്. കുശുമ്പും കുന്നായ്മകളൊന്നും തൊട്ടു തീണ്ടരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ചോദിക്കാനും പറയാനും നിന്നാൽ അതിനേ നേരമുണ്ടാവുകയുള്ളൂ എന്നറിയാം. സന്ദർഭങ്ങൾ എത്രയോ ഉണ്ടായിരിക്കുന്നു. പഠിക്കാൻ മുനീറും കൂടി വന്നു തുടങ്ങിയപ്പോൾ കേൾക്കേണ്ടി വന്ന വാചകങ്ങൾ ഇപ്പോഴും മറന്നിട്ടില്ല. ക്യാൻവാസ് ചെയ്ത് കുട്ടികളെ കൂട്ടുകയാണ്. പണത്തിനോട് ഇങ്ങനെയും ഉണ്ടാവുമോ ആർത്തി? പ്രതിഫലം കൈപ്പറ്റാതെയാണ് ആ കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം ആരോടും വിളമ്പാൻ പോയില്ല. എന്തു വേണമെങ്കിലും ധരിച്ചോട്ടെ എന്ന് കരുതി. ഒരിക്കൽ സൈനബു 100-ന്റെ ഒരു നോട്ടുമായി വന്നതാണ്. മുനീറും വന്നു തുടങ്ങിയതിന് ശേഷം രൂപ തന്റെ കയ്യിൽ പിടിപ്പിക്കാൻ കുറേ പണിപ്പെട്ടു. മായ കുറേ ബുദ്ധിമുട്ടുന്നതല്ലേ? സൈനബു നിർബന്ധിച്ചു. തന്നെ സംബന്ധിച്ചിടത്തോളം ആ തുക നിസ്സാരമായിരുന്നില്ല. നാട്ടിൽ 4 കുട്ടികൾക്ക് ട്യൂഷൻ എടുത്താൽ മാത്രമേ അത്രയും തുക ഒന്നിച്ചു കിട്ടുമായിരുന്നുള്ളൂ. എന്നിട്ടും അത് കയ്യിൽ വാങ്ങാൻ മനസ്സ് കൂട്ടാക്കിയില്ല. ആ കുടുംബവുമായി ഒരാത്മബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു ഇതിനകം. ഫീസ് വാങ്ങാൻ നിർബന്ധിക്കുകയാണെങ്കിൽ നാളെ മുതൽ ഇവരെ ഇങ്ങോട്ട് അയക്കണ്ട, ഒട്ടും മയമില്ലാതെ പറയേണ്ടി വന്നു. നാട്ടിലാണെങ്കിൽ മായ ട്യൂഷൻ ഫീസ് വാങ്ങാറുണ്ടായിരുന്നില്ലേ? തന്റെ ചുറ്റുപാടുകളെപ്പറ്റി ഏകദേശം ഒരു രൂപം അവൾക്കുണ്ട്. പാരാധീനതകളെക്കുറിച്ച് ഏറെ പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. വാങ്ങിയിട്ടുണ്ട് സൈനബു, പക്ഷേ ഇവരെനിക്ക് അന്യരല്ല. അങ്ങനെ തോന്നി തുടങ്ങുമ്പോൾ ഞാൻ വാങ്ങിക്കൊള്ളാം. എനിക്കതറിയാം മായ. സ്വന്തം അനുജന്മാരെ പോലെയാ മായയ്ക്ക് അവരെന്ന്. എന്നാലും ഇത് കയ്യിൽ വാങ്ങ്, ചെലവാക്കേണ്ട. കൂട്ടിവെച്ച് ഒരു മാല വാങ്ങാം. തന്റെ ഒരു വലിയ സ്വപ്നത്തിന്മേലാണ് സൈനബു സ്പർശിച്ചത്. മനസ്സ് ചാഞ്ചാടിയ നിമിഷങ്ങൾ. മുൻപും അവൾ പറയുമായിരുന്നു, പെണ്ണുങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞ കഴുത്തുമായി നടക്കരുതെന്ന്. ഒരു മുക്കുപണ്ടമെങ്കിലും വാങ്ങിയിടണമെന്ന്. ഓ, എനിക്കിഷ്ടമല്ല. മറുപടി പറഞ്ഞതോർത്തു. ഇത് വാങ്ങി വെക്ക്. 3-4 മാസം കൊണ്ട് മായയ്ക്ക് മാല വാങ്ങാൻ പറ്റും. നോട്ട് കയ്യിൽ പിടിപ്പിക്കാൻ വീണ്ടും ഒരു ശ്രമം നടന്നു. എനിക്കങ്ങനെ മാല വാങ്ങണ്ട. തന്റെ നിലപാടിൽ ഒരവയവും വരുത്തിയില്ല. ഇത് മടക്കിക്കൊണ്ട് ചെന്നാൽ അബു എന്നെ വഴക്കു പറയും. ആ വാക്കുകൾ ഉള്ളിൽ വ്യാകുലത പടർത്തി. അപ്പോഴിത് സൈനബുവിന്റെ പണിയായിരുന്നില്ല അല്ലേ? ചോദിക്കാതിരിക്കാൻ കഴിയാതെ വന്നു. ഞാനൊന്ന് സൂചിപ്പിച്ചപ്പോഴാണ് എടുത്തു തന്നത്. നെഞ്ചിൽ സങ്കടം വന്നു മുട്ടിയിരുന്നു. അന്യായി കാണാൻ കഴിഞ്ഞല്ലോ. ആ തുക കൊടുത്തയക്കാൻ തോന്നിയതും അതുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയ്ക്കേയുള്ളൂ. കണ്ണുകൾ സ്വയം അറിയാതെ നിറഞ്ഞു വന്നത് സൈനബു കാണാതിരിക്കാൻ പണിപ്പെട്ടു. പക്ഷേ ആ യജ്ഞം വ്യഥാവിലായി. മായയ്ക്ക് വിഷമമായി ഇല്ലേ? പുറത്തേക്ക് നിർബന്ധം ചെലുത്തി വാങ്ങിക്കൊണ്ടുവന്നത് ഞാനാണ്. എന്നോട് പുറത്തെന്ന് പറയേ. എനിക്ക് വിഷമമൊന്നുമില്ല. നിങ്ങളൊക്കെ വേണ്ടപ്പെട്ടവരാണെന്ന തോന്നൽ ഉള്ളിലുണ്ടായിപ്പോയത് എന്റെ തെറ്റ്. വാക്കുകൾ ശിഥിലമാകാൻ തുടങ്ങിയിരുന്നു. രൂപ കൊണ്ടുവന്നതേ അബദ്ധമായി എന്ന് സൈനബുവിന് തോന്നിയിട്ടുണ്ടാവും. കുറേയധികം ക്ഷമ പറഞ്ഞിട്ടാണ് ആ വെള്ളിയാഴ്ച അവൾ മടങ്ങിയത്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത എന്തോ ഒന്നിൽ മനസ്സ് കുരുങ്ങിക്കിടന്നു. ആ അസ്വാസ്ഥ്യം വിട്ടൊഴിഞ്ഞത് പിറ്റേന്ന് വൈകുന്നേരം പഠിക്കാൻ കുട്ടികൾ വന്നു കഴിഞ്ഞപ്പോഴാണ്. സോറിയുടെ സ്പെല്ലിങ് ഒന്ന് പറഞ്ഞു തരുമോ ടീച്ചർ? സഞ്ചിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കുന്നതിനു മുമ്പ് അയ്യൂബ് ചോദിച്ചു. തരാലോ. പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ ഏതോ നോട്ട് ബുക്ക് എടുത്തു കാട്ടി. ഇതിലൊന്ന് എഴുതിത്താ, ഇല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. മറന്നൊന്നും പോയില്ല. ഇപ്പോൾ തന്നെ 10-20 പ്രാവശ്യം എഴുതി പഠിക്കേ. എനിക്കല്ല, കൊച്ചിക്കായ പറഞ്ഞത്. ടീച്ചറിനോട് മറക്കാതെ ചോദിച്ചു വരാൻ. ഓ, ഹൃദയം കുതിച്ചു ചാടുന്നതറിഞ്ഞു. ആ വാക്ക് ഒരു സന്ദേശമായിരുന്നുവെന്ന് ക്ഷണത്തിൽ തന്നെ മനസ്സിലാവുകയും ചെയ്തു. അയ്യൂബിന്റെ ട്യൂഷൻ ബുക്ക് എടുത്ത് ഒരു പേജിലെ ആദ്യത്തെ വരിയിൽ ഭംഗിയായി ആ പദം എഴുതി വെച്ചു.
അതിനു മുമ്പ് ഒരിക്കൽ പോലും തന്റെ അക്ഷരങ്ങൾക്ക് ഇത്ര വടുവും ചാരുതയും കൈവന്നിട്ടുണ്ടാവില്ല. സ്പെല്ലിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ പേജ് നിറയെ എഴുതി പഠിക്കണം. ചിരിയൊതുക്കി കാര്യഗൗരവത്തോടെ അയ്യൂബിനോട് പറഞ്ഞു. ആരാ എഴുതേണ്ടേ? അവനാകെ സംശയമായി. പഠിക്കേണ്ടത് ആരാന്ന് വെച്ചാൽ അവര് തന്നെ. അയ്യൂബിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അയ്യൂബ് തന്നെ. എനിക്കിപ്പോഴറിയാലോ, ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. സോറിയുടെ സ്പെല്ലിംഗ് മൂന്നാലാവർത്തി താൻ ആവശ്യപ്പെടാതെ തന്നെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. താൻ എഴുതിയ പുസ്തകം പതിയെ അടച്ചു വെച്ച് കണക്ക് ടെസ്റ്റ് വലിച്ചെടുത്ത് കുട്ടികളുടെ ശ്രദ്ധ മാറ്റി. തന്റെ പ്രതികരണം അറിയാൻ ആകാംക്ഷയുണ്ടെങ്കിൽ തീർച്ചയായും താൻ എഴുതിയത് കാണാതിരിക്കില്ല, മനസ്സ് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ വഴിയിൽ വെച്ച് ആളിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ആ ചുണ്ടുകൾ വിരിഞ്ഞ മന്ദസ്മിതത്തിന് നിഗൂഢമായ ഭംഗിയുണ്ടെന്ന് തോന്നി. ഒഴിഞ്ഞു നിന്ന് തന്നെ കടന്നു പോകുമ്പോൾ കാതിനിടയിൽ വ്യക്തമായി ആ മന്ത്രണം കേട്ടു. സോറി. ആ സ്വരം ഉള്ളിലെവിടെയോ സ്പർശിച്ചു. പുളകമുണർത്തുന്ന മൃദുലമായ സ്പർശം. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെയൊരു നീക്കം. ആദ്യത്തെ അമ്പരപ്പൊന്നടങ്ങിയപ്പോൾ കാലുകൾ ചലിച്ചു. സ്വപ്നലോകത്തിലകപ്പെട്ട പ്രതീതിയായിരുന്നു പിന്നീട്. മോഹങ്ങൾക്ക് ആരോ വർണ്ണച്ചിറകുകൾ നൽകിയിരിക്കുന്നു. ആത്മനൊമ്പരങ്ങളും മാനസിക വ്യഥകളുമൊക്കെ വിട്ടൊഴിഞ്ഞതുപോലെ ആ ആഹ്ലാദം സദാ തുളുമ്പി നിൽക്കുകയാണുള്ളിൽ. അന്ന് വൈകുന്നേരം വരെ സമയം കഴിച്ചുകൂട്ടിയത് എങ്ങനെയെന്ന് അറിയില്ല. നോട്ട് ബുക്കിൽ എഴുതി വച്ചതിന്റെ പ്രതികരണം അറിയാൻ ഉള്ള ധൃതി കൂട്ടി. ഇനി ഒരിക്കലും സ്പെല്ലിംഗ് മറക്കില്ലെന്ന് കൊച്ചിക്ക പറഞ്ഞു. പേജ് നിവർത്തിക്കാട്ടിയായിരുന്നു അയ്യൂബിന്റെ വിശദീകരണം. പുറംനിറയെ വടിവൊത്ത കൈയക്ഷരത്തിൽ ആ പദം എഴുതി വെച്ചിരുന്നു ആൾ. ഇടത്തോട്ട് അല്പം ചെരിഞ്ഞ ആ അക്ഷരങ്ങളിൽ തന്നെ നിമിഷങ്ങളോളം കണ്ണുകൾ ഉടക്കി നിന്നു. പൊടുന്നനെയാണ് ഉള്ളിലൊരു കുസൃതിയുണർന്നത്. കണ്ടുവെന്ന് ബോധ്യം വരാൻ മാർജിനിൽ നീട്ടിയൊരു കയ്യൊപ്പ് ചാർത്തിക്കൊടുത്തു. പിന്നീടൊരു ദിവസം അയ്യൂബിന്റെ കണ്ണിൽ പെടാതെ ആ പേജ് കീറിയെടുത്തു. ഒരു നിധി പോലെ ഇന്നും അത് കാത്തു സൂക്ഷിക്കുന്നു. തന്റെ പെട്ടിയുടെ ഉള്ളറയ്ക്കുള്ളിൽ ഭദ്രമായി ഇരിപ്പുണ്ട്. കാലപ്പഴക്കം കൊണ്ട് കടലാസിന്റെ നിറം മാഞ്ഞു പോയതോർത്തു. മറ്റാരുടെയും കണ്ണിൽ പെട്ടിട്ടില്ല ഇതുവരെ. ജീവിതത്തിലെ വസന്തകാലങ്ങളായിരുന്നു ആ ദിവസങ്ങൾ. ദിനരാത്രങ്ങൾ കൊഴിഞ്ഞു വീഴുന്നത് അറിയുന്നുണ്ടായിരുന്നില്ല. പലപ്പോഴും ഏതോ മുക്തഭാവനയിൽ തെല്ലിട സ്വയം മറന്ന് സ്ഥലകാലങ്ങൾ പോലും വിസ്മരിച്ച് നിന്നു പോയിട്ടുണ്ട്. ഈ മായയ്ക്ക് എന്താ പറ്റിയത്? സ്കൂളിൽ വെച്ചും ലോഡ്ജിൽ വെച്ചുമൊക്കെ ആ ചോദ്യം നേരിടേണ്ടി വന്നു. ഒരു മന്ദസ്മിതത്തിൽ മറുപടി ഒതുക്കുകയായിരുന്നു. എത്ര പെട്ടെന്നാണ് എല്ലാം കീഴ്മേൽ മറഞ്ഞത്. അധ്യായം 16. റംസാൻ അവധി കാത്തിരിക്കുകയായിരുന്നു. ആ മാസം ഉണ്ടാവും ഒഴിവ്. ആ വർഷം ഡിസംബർ ആകുമ്പോഴേക്കും അവധി തുടങ്ങും. ക്രിസ്മസ് ഒഴിവ് അങ്ങനെ നഷ്ടമാവുകയാണല്ലോ എന്നോർത്ത് ദുഃഖിച്ചിരിക്കുമ്പോഴാണ് അശനിപാതം പോലെ അത് സംഭവിച്ചത്. ഒരു ദിവസം സ്കൂളിൽ ചെല്ലുമ്പോൾ സ്വീകരിക്കാനുണ്ടായിരുന്നത് പുതിയൊരു വാർത്തയായിരുന്നു. മായി അറിഞ്ഞോ? PSC ലിസ്റ്റിൽ നിന്നും ആൾക്കാരെ നിയമിച്ചു തുടങ്ങി, വത്സല പറഞ്ഞു. ഉള്ളം നടുങ്ങിത്തെറിച്ചതുപോലെയായി. തോളിൽ കിടന്ന ബാഗ് പോലും മേശപ്പുറത്തെടുത്ത് വെക്കാനാകാതെ നിന്ന നിലയ്ക്ക് നിന്നുപോയി. ഇന്നലെ GUPSൽ PSC ഹാൻഡ് വന്ന് ജോയിൻ ചെയ്തു. ശ്യാമളയ്ക്ക് രാവിലെ തന്നെ റിലീവ് ചെയ്യേണ്ടി വന്നു. ചെന്നൊപ്പിട്ടതാ ആ കുട്ടി. വത്സല തുടരുകയായിരുന്നു. തന്റെ ഒപ്പം നിയമനം കിട്ടിയതാണ് ശ്യാമളയ്ക്ക്. താമസം വത്സലയുടെ കൂടെയും. ടൗൺ ഏരിയ ആയതുകൊണ്ട് ചിലപ്പോൾ ഉടനെ തന്നെ ഇവിടേക്കും ആള് വന്നേക്കും. അവൾ മുന്നറിയിപ്പ് തന്നു. സർവാംഗം തളരുകയാണെന്ന് തോന്നി. ഒരാലംബത്തിനെന്നോണം മുന്നിൽ കിടന്ന മേശമേൽ ചാരി. PSC ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച കാര്യം ആരും പറഞ്ഞു കേട്ടതുപോലുമില്ല. ഇന്ദുവും അറിഞ്ഞു കാണില്ലേ? പത്രം അരിച്ചു പെറുക്കി താനും വായിച്ചതാണ്. അങ്ങനെയൊരു വാർത്ത തന്റെ കണ്ണിൽ പെടാതിരുന്നതാണോ? ഇന്ദുവും ഒരു സൂചന തരികയുണ്ടായില്ലല്ലോ. ഒരു പക്ഷേ തന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാവുമോ? ഒരു കൂട്ടം ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ ഉള്ളിൽ കിടന്ന് ചുറ്റിത്തിരിഞ്ഞു. ബെൽ മുഴങ്ങിയതുകൊണ്ട് ആ നിൽപ്പ് നിൽക്കാനായില്ല. ക്ലാസ് ചാർജ് ഉള്ളതാണ്. യാന്ത്രികമായാണ് കുട്ടികളെ അഭിമുഖീകരിച്ചത്. ഈശ്വരാ, നാളെ ഇവരുടെ മുന്നിൽ നിൽക്കാനുള്ള ഭാഗ്യം തനിക്കുണ്ടാവുമോ? മനസ്സ് മരവിച്ചതുപോലെ ആയി തീർന്നിരിക്കുന്നു. വീട്ടിലുള്ളവരുടെ മുഖങ്ങൾ ഒന്നൊന്നായി കൺമുന്നിൽ അണിനിരക്കുന്നു. മാസാന്ത്യത്തിൽ തപാൽ ശിപായിയെയും കാത്തിരിക്കുന്ന അച്ഛന്റെ ചിത്രം എത്ര ശ്രമിച്ചിട്ടും മാഞ്ഞു പോകുന്നില്ല.
കഴിഞ്ഞ 3 മാസമായി താൻ അയച്ചു കൊടുക്കുന്ന തുകയാണ് വീട്ടു ചെലവിന് ഉതകുന്നത്. എല്ലാം അവസാനിക്കുകയാണ് ഒറ്റയടിക്ക്. ആദ്യത്തെ പീരീഡ് കണക്കായിരുന്നു. പുതിയ അധ്യായം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിൽ വന്നതാണ്. ഉള്ളിലെ വിഹുലത അതിനനുവദിച്ചില്ല. പഠിപ്പിച്ചു കഴിഞ്ഞ യൂണിറ്റിൽ നിന്നും 3 ചോദ്യങ്ങൾ ബോർഡിൽ എഴുതിയിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ ഏൽപ്പിച്ച് വെറുതെ കുട്ടികളുടെ ഇടയിലൂടെ ചുറ്റി നടന്നു. ചെയ്തു തീർന്നവ പരിശോധിച്ചെന്ന് വരുത്തി. യാന്ത്രികമായിരുന്നു ചലനങ്ങളെല്ലാം. ഓരോ പീരീഡും അങ്ങനെ കടന്നുപോയി. പ്രത്യേകിച്ച് സംഭവ വികാസങ്ങളൊന്നുമില്ലാതെ. മായയുടെ ഇന്നത്തെ ശമ്പളം ഉറച്ചു. വൈകുന്നേരം സ്കൂൾ വിടുമ്പോൾ വത്സല പറഞ്ഞു, എന്തും വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതമാണ് അവളുടേത്. ഒരു വരണ്ട ചിരിയിൽ പ്രതികരണം ഒതുക്കി. കുറച്ച് രൂപ കൊടുത്ത് എവിടെയെങ്കിലും കയറിപ്പറ്റാൻ നോക്കു കുട്ടി. ഇവിടെ ആവുമ്പോൾ തുകയും കുറവാണല്ലോ. കുമുദിനി ടീച്ചറിന്റെ സ്വാന്തനം. അതിനാണ് ടീച്ചർ ഒരു വഴിയും കാണാഞ്ഞത്. അടഞ്ഞു പോയിരുന്നു തന്റെ സ്വരം. വീട്ടിലെ ചുറ്റുപാടുകളെക്കുറിച്ച് ഒരു ഏകദേശ രൂപം അവർക്കുണ്ട്. ഒരിക്കൽ പറയേണ്ടി വന്നു. ടീച്ചറിന്റെ ബന്ധത്തിലുള്ള ആർക്കോ വേണ്ടി ഒരു കല്യാണോലോചന കൊണ്ടുവന്നപ്പോഴാണ്. തൊട്ടടുത്ത നാട്ടുകാരാണെന്ന പരിഗണനയിലാണ് അവരതിന് തുനിഞ്ഞത് തന്നെ. പട്ടാളത്തിലായിരുന്നു പയ്യന് ജോലി. കൊടുക്കലും വാങ്ങലും ഒരു വലിയ പ്രശ്നം ആവുമായിരുന്നില്ല. കാണാൻ തരക്കേടില്ലാത്ത ഒരു പെൺകുട്ടിയെ വേണം. ടീച്ചറിനായിരുന്നു ഏറെ താല്പര്യം. അയാളുടെ ഫോട്ടോയും കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. പക്ഷേ ഒരു പരിഗണനയും ആ ആലോചനയ്ക്ക് നൽകാതെ തനിക്ക് തള്ളിക്കളയേണ്ടി വന്നു. വീട്ടിലെ ദൈന്യം നിറഞ്ഞ ചുറ്റുപാടുകളൊന്നുമായിരുന്നില്ല ഉള്ളിൽ. പകരം മറ്റെന്തോ മനസ്സിൽ എഴുന്നു നിന്നിരുന്നു. അവ്യാഖ്യായമായ എന്തോ ഒന്ന്. വിവാഹത്തെക്കുറിച്ചോ ദാമ്പത്യത്തെക്കുറിച്ചോ സ്വപ്നങ്ങൾ കാണാഞ്ഞിട്ടല്ല. അവ്യക്തമായ കുറെ ചിത്രങ്ങൾ മനസ്സ് വരച്ചു കൂട്ടിയിട്ടുണ്ട്. ഒരിക്കൽ പോലും യാഥാർത്ഥ്യമാകുമെന്ന് പ്രത്യാശിക്കാനാവാത്ത ചിത്രങ്ങൾ. ചിന്തകൾ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരുന്നതുകൊണ്ട് പഠിപ്പുരയുടെ മുന്നിലെത്തിയത് അറിഞ്ഞില്ല. തന്നെ കാത്തു നിൽക്കാൻ ആരും ഉണ്ടാവില്ലെന്നറിയാം. എന്നിട്ടും ആശയോടെ കണ്ണുകൾ തിരയുകയായിരുന്നു. മുറ്റം ശൂന്യമാണെന്നറിഞ്ഞു. സൈനബവും കുട്ടികളും കഴിഞ്ഞ 2 ദിവസമായി അവളുടെ വീട്ടിലാണ്. 4ാമത്തെ അനുജത്തിയുടെ കല്യാണം മറ്റന്നാൾ നടക്കാൻ പോകുന്നു. ക്ഷണം തനിക്കുമുണ്ട്. കുറേ ദൂരത്താണ് ആ വീട്. ലോഡ്ജിൽ നിന്ന് തനിച്ചു പോകാൻ എന്തായാലും ആവില്ല. ആ ആഘോഷത്തിൽ പങ്കുകൊള്ളണമെന്ന ആഗ്രഹമൊക്കെ മുളയിലേ നുള്ളിക്കളഞ്ഞു. വൈകുന്നേരം അയ്യൂബ് പഠിക്കാൻ വന്നപ്പോഴും മനസ്സിന്റെ മരവിപ്പ് വിട്ടുമാറിയിരുന്നില്ല. നാളെ ഉച്ചകഴിഞ്ഞ് ഞാൻ പോകും ഇത്താത്താന്റെ വീട്ടിലേക്ക്. അവൻ അപ്പോഴേ പറഞ്ഞു. അയ്യൂബിനെ ആര് കൊണ്ടുപോകും? ചേക്കുട്ടി. മറ്റാരും വരുന്നില്ലേ? കൊച്ചിക്ക ചിലപ്പോഴേ നാളെ വരുള്ളൂ. തനിക്കറിയാം, എല്ലാറ്റിനും ആദ്യ അവസാനം പങ്കെടുക്കേണ്ട ആൾ തനിക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാതെ വീട്ടിലിരിക്കുന്നു. എപ്പോഴാണ് പ്രകൃതത്തിന് മാറ്റം വരുന്നതെന്ന് നിശ്ചയമില്ല. സദാ ജാഗരൂകരാണ് എല്ലാവരും. സർവഭാരങ്ങളും ചുമലിലേറ്റുന്ന മനുഷ്യന് അത് കാരണം സ്വസ്ഥതയില്ല. ഒരു ദിവസം പോലും വീട് വിട്ടു നിൽക്കാനുള്ള മനസ്ഥൈര്യവുമില്ലെന്ന് സൈനബു പറഞ്ഞു തോർത്തു. ഒന്നോർത്താൽ വല്ലാത്തൊരു യോഗമാണ് അബുവിൻ്റേത്. നിക്കാഹും കഴിച്ച് അല്ലലും അലർത്തലും ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടേണ്ട വയസ്സല്ലേ ഓനായിട്ടുള്ളൂ. വാക്കുകൾ തൻ്റെ ഉള്ളിൽ വരണ്ട് കിടക്കുന്നതറിഞ്ഞു ഹൃദയം പിടയ്ക്കുന്നതും. ആ നാടിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കേണ്ട പ്രായം അബുവിന് കടന്നു പോയിരിക്കുകയാണ്. ഹൈസ്കൂൾ തലത്തിലെത്തുമ്പോഴേക്കും ആൺകുട്ടികൾക്ക് കല്യാണ പ്രായമാവുന്നത് ആദ്യമൊക്കെ തനിക്ക് അത്ഭുതമായി തോന്നിയിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ആ തോന്നലുകൾക്കൊന്നും മനസ്സിൽ സ്ഥാനമില്ലാതായിരിക്കുന്നു. മറ്റന്നാൾ നിക്കാഹ് നടക്കാൻ പോകുന്ന സൈനബുവിൻ്റെ അനുജത്തിക്ക് 14 വയസ്സാണ് പ്രായം. കല്യാണ ചെറുക്കന് 20. സെക്കൻഡ് പീരീഡ് 6-ൽ ഇംഗ്ലീഷാണ്. വരാന്തയിലൂടെ ചുറ്റി വളഞ്ഞു വേണം ആ ക്ലാസ്സിലെത്താൻ. ഹെഡ് മാസ്റ്ററിന്റെ മുറിയുടെ മുന്നിലൂടെ പോകുമ്പോൾ ആശങ്കയോടെ കണ്ണുകൾ തിരഞ്ഞു. പുതുമുഖങ്ങൾ ആരെങ്കിലും? മുറിക്കകം ശൂന്യമായിരുന്നു. എച്ചും എങ്ങോട്ടോ എഴുന്നേറ്റ് പോയിരിക്കുന്നു. ഇംഗ്ലീഷ് ക്ലാസ്സിൽ പഠിപ്പിച്ചു കഴിഞ്ഞ പാഠത്തിന്റെ നോട്ട് കൊടുക്കാൻ തുടങ്ങി. ബ്ലാക്ക് ബോർഡ് നിറയെ വടിവൊത്ത അക്ഷരങ്ങൾ, പദങ്ങളും അവയുടെ അർത്ഥവും നിരന്നു. കുട്ടികൾ എഴുതി തീരുന്നത് വരെ അവർ ഡെസ്കിന് പുറത്തെടുത്ത് വെച്ചിരുന്ന കോപ്പി ബുക്ക് നോക്കി തിരുത്തി. ബോർഡ് മാച്ച് വീണ്ടും ചോദ്യോത്തരങ്ങൾ എഴുതി കൊടുക്കാൻ തിരിഞ്ഞതാണ്. മായ ടീച്ചറെ എച്ചും വിളിക്കുന്നു. ഒരാന്തലോടെയാണ് തിരിഞ്ഞു നോക്കിയത്. വാതിൽക്കിൽ ആറ്റക്കോയ, സ്കൂളിലെ പ്യൂൺ.
അയാളുടെ മുഖത്ത് തീരെ പ്രസന്നതയുണ്ടായിരുന്നില്ല. തന്നെ വിഷമിപ്പിക്കുന്ന എന്തോ ഒന്ന് ആ ഭാവത്തിലുണ്ടെന്ന് തോന്നി. ആറ്റക്കോയ വേഗം തന്നെ തിരിഞ്ഞു നടക്കുന്നത് കണ്ടു. താൻ ഇരുന്നത് സംഭവിച്ചിരിക്കുന്നു. മനസ്സ് ഓർമ്മപ്പെടുത്തി. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എച്ച്.എം ആരെയും ഓഫീസ് റൂമിലേക്ക് വിളിക്കാറില്ല. കനം തൂങ്ങുന്ന കാലടികൾ വലിച്ചുകൊണ്ടാണ് ആറ്റക്കോയയുടെ പിന്നാലെ നടന്നത്. കടന്നു പോകുന്ന വഴിയിൽ ആരുടെയൊക്കെയോ തലവട്ടം കണ്ടു. ആ മുഖങ്ങളൊക്കെ മ്ലാനമാണ്. വത്സലയുടേത് കരിനാക്കാണ്. മായയ്ക്ക് പകരവും ആള് വന്നിരിക്കുന്നു. കുമുദിനി ടീച്ചർ വഴിക്ക് പിടിച്ചു നിർത്തി പറഞ്ഞു. നാവ് തളർന്നു കിടക്കുന്നു. പ്രതികരണശേഷിയും നഷ്ടമായതുപോലെ. കണ്ണുകൾ നിറയാതിരിക്കാൻ കഴിയുന്നതും ശ്രമിച്ചു. നിയന്ത്രണം വിടാൻ പാടില്ല. പിടിച്ചു നിന്നേ പറ്റൂ. മനസ്സ് ഓർമ്മിപ്പിച്ചു. തനിക്ക് പകരം വന്നത് തിരുവനന്തപുരത്തുകാരി ജലജയായിരുന്നു. നീണ്ട യാത്ര കഴിഞ്ഞ് നേരെ വന്നത് സ്കൂളിലേക്കും. 1 മിനിറ്റ് നേരത്തെ ജോയിൻ ചെയ്താൽ അത്രയും നന്ന്. സർവീസ് റൂളിനെ കുറിച്ച് നന്നായി അറിയാവുന്ന ആളായിരുന്നു ആ കുട്ടിയുടെ അച്ഛൻ. മായയ്ക്ക് ഇന്ന് രാവിലെ തന്നെ റിലീവ് ചെയ്യേണ്ടി വരും. എച്ച്.എം തന്റെ മുഖത്തേക്ക് നോക്കി. ആയിക്കോട്ടെ സർ. ആത്മനിയന്ത്രണം അപ്പോഴേക്കും കൈവന്നിരുന്നു. പിന്നീടുള്ള ചടങ്ങുകളൊക്കെ വേഗം നടന്നു. ജലജ തന്റെ കയ്യിൽ നിന്നും ഹാജർ പുസ്തകവും ടൈം ടേബിളും ഏറ്റുവാങ്ങി. സ്റ്റാഫ് റൂമിൽ ഒരു നോക്കുകുത്തിയെ പോലെ നിശ്ചല ഇരിക്കുമ്പോൾ ആശ്വാസവാക്കുകളുമായി ആരൊക്കെയോ വന്നു. ടീച്ചറിന് ധൃതിയൊന്നുമില്ലല്ലോ. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഒരു സെന്റ് ഓഫ് വെച്ചിട്ടുണ്ട്. സ്റ്റാഫ് സെക്രട്ടറി ബാലൻ മാഷ് ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചു. നിറകണ്ണുകളോടെയാണ് തലയാട്ടിയത്. തിരക്കൊഴിഞ്ഞപ്പോൾ എച്ച്.എം വീണ്ടും വിളിപ്പിച്ചു. ടീച്ചർ നാട്ടിലേക്ക് പോകുന്നതിനു മുമ്പ് ഒരു ഓതറൈസേഷൻ ലെറ്റർ ഇവിടുള്ള ആരുടെയെങ്കിലും പേരിൽ എഴുതി കൊടുക്കണം. 5 ദിവസത്തെ ശമ്പളം ടീച്ചറിനുണ്ടാവും. ഓ എന്ന മട്ടിൽ തലകുലുക്കി. തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ വീണ്ടും ചോദ്യമുണ്ടായി. എന്നാണ് നാട്ടിലേക്ക് പോകുന്നത്? അതുവരെ താൻ ആലോചിക്കാതിരുന്ന ഒരു കാര്യമാണ്. നിശ്ചയമില്ല സർ. കഴിയുന്നതും നേരത്തെ തന്നെ പോകും. സർവീസ് ബുക്ക് പതിയെ ശരിയാക്കി അയച്ചു തരാം. ആദ്യ മാസം തന്നെ സർവീസ് ബുക്ക് താൻ ഓപ്പൺ ചെയ്തിരുന്നു. താൽക്കാലിക നിയമനമാണെങ്കിലും ഭാവിയിൽ ഉപകാരപ്പെടുന്നതാണ്. ഇനി AEOയിൽ പോയി അതൊക്കെ ശരിയാക്കി കിട്ടാൻ ദിവസങ്ങൾ പിടിച്ചെന്നിരിക്കും. അതുവരെ കാത്തു നിൽക്കാനാവില്ല. കഴിയുന്നത് നേരത്തെ മടങ്ങണം. പറ്റുമെങ്കിൽ നാളെ തന്നെ. രാവിലെ കയറിയാൽ 6 മണിക്കകം നാട്ടിലെത്തുന്ന ഒരു ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട്. പകലായതുകൊണ്ട് പേടിക്കുകയും വേണ്ട. ഇനി ഇവിടെ കഴിച്ചു കൂട്ടേണ്ടി വരുന്ന ഓരോ ദിവസവും ചെലവേറിയതാവും. 5ഓ 6ഓ ദിവസത്തെ മെസ് ഫീ അടയ്ക്കാനുള്ള തുക പോലും തൻ്റെ കയ്യിലില്ലെന്ന് ഓർത്തു. യാത്രാ ചിലവിനുള്ളതും ഒപ്പിക്കേണ്ടി വരും. ആരോടാണ് ചോദിക്കുക? പെട്ടെന്ന് മുമ്പിൽ തെളിഞ്ഞത് കുമുദിനി ടീച്ചറിന്റെ മുഖമാണ്. കുടുംബമായി താമസിക്കുന്നത് കൊണ്ട് രൂപ കയ്യിലുണ്ടാവും. ഓതറൈസേഷൻ ലെറ്ററും ടീച്ചറിന്റെ പേരിൽ എഴുതി കൊടുക്കാം. സ്റ്റാഫ് റൂമിൽ അധികം ആൾക്കാരില്ലാതായപ്പോൾ സ്വകാര്യമായി ടീച്ചറിനോട് വിവരം പറഞ്ഞു. അതിനെന്താ കുട്ടി, ആവശ്യത്തിനുള്ള രൂപ ഞാൻ തരാം. സഹായിക്കാനുള്ള സന്നദ്ധത അവർ പ്രകടിപ്പിച്ചു. മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എച്ച്.എമ്മിന്റെ മുറിയിൽ പോയി ടീച്ചർ തിരിച്ചു വന്നു. മായയുടെ 5 ദിവസത്തെ ശമ്പളം ഞാൻ തന്നേക്കാം. അത് മതിയാവുമല്ലോ ചെലവിന്. ഇലയ്ക്കും മുള്ളിനും കേടുവരാത്ത രീതിയിലായിരുന്നു അവരുടെ നീക്കം. മതി, തനിക്കും സമ്മതമായി. ഇപ്പോഴും ഒപ്പം കൊണ്ടു നടക്കുന്ന പേഴ്സ് തുറന്ന് രൂപയെടുത്ത് തന്നു. മനസ്സ് തണുത്തത് ആ നിമിഷങ്ങളിലാണ്. മറ്റാരെയും ആശ്രയിക്കാൻ ഇടം വന്നില്ലല്ലോ. യാത്രയെപ്പൊക്കെ വെറും ഒരു ചടങ്ങ് മാത്രമായിരുന്നു. നല്ലൊരു അധ്യാപികയെയാണ് സ്കൂളിന് നഷ്ടമാവുന്നതെന്ന് എച്ച്.എമ്മും സ്റ്റാഫ് സെക്രട്ടറിയും പറഞ്ഞു തോർക്കുന്നു. മറുപടി പറയുമ്പോൾ ഗദ്ഗതം വാക്കുകളെ വികലമാക്കിയിരുന്നു. വേർപാട് മൂലമുണ്ടാകുന്ന വേദനയുടെ തീവ്രത അനുഭവിച്ച നിമിഷങ്ങൾ. വിങ്ങുന്ന മനസ്സുമായാണ് ലോഡ്ജിലേക്ക് നടന്നത്. യാത്ര ചോദിക്കാൻ ഇനിയുമുണ്ട് ആൾക്കാർ. പക്ഷേ എങ്ങനെ? സൈനബു മടങ്ങി വരാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും. നിക്കാഹ് കഴിഞ്ഞാലും പിന്നെയുമുണ്ട് ചടങ്ങുകളെന്ന് പറഞ്ഞു തോർക്കുന്നു. ഇന്നലെ വെറുതെയെങ്കിലും അയ്യൂബിനോട് സൂചിപ്പിക്കാമായിരുന്നു. അതും നടന്നില്ല. പിന്നെ വിട പറയേണ്ടുന്നത്, അതേക്കുറിച്ച് ഓർക്കാനാവുന്നില്ല. മുമ്പോട്ട് നീങ്ങുമ്പോൾ തളർന്ന കാലുകൾക്ക് വല്ലാത്ത ഭാരമുണ്ടെന്ന് തോന്നി. എങ്ങനെയാണ് ഒന്നറിയിക്കുക? ആൾ സ്ഥലത്തുണ്ടാവുമെന്നറിയാം. കല്യാണ ദിവസം മാത്രമേ അബു വരികയുള്ളൂ എന്ന് സൈനബ പറഞ്ഞു തോർക്കുന്നുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ തനിക്ക് വെറ്റിലപ്പറമ്പിലേക്ക് കയറി ചെല്ലാം.
മടക്കയാത്ര അനിവാര്യമായി തീർന്നിരിക്കുന്നുവെന്ന് പറയാം. അറിയിക്കേണ്ടത് തൻ്റെ കടമയാണ്. സൈനബുവും കുട്ടികളുമേ അവിടെ ഇല്ലാതായിട്ടുള്ളൂ. വല്യുമ്മയും കൽമയും ഉണ്ടാവും. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വിവാഹങ്ങൾക്ക് പോലും ആ ഉമ്മ പങ്കെടുക്കാറില്ല. ആഘോഷവേളകളൊക്കെ അവർ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. സദാസമയം മുസ്ഹഫിനു മുന്നിൽ ചടഞ്ഞുകൂടിയിരിക്കുകയാണ്. പ്രായം എത്തുന്നതിനു മുമ്പ് തന്നെ വാർദ്ധക്യം ഏറ്റുവാങ്ങിയ ആ പാവം സ്ത്രീ. പാടം കടക്കുന്നതുവരെ പ്രത്യേകിച്ച് ഒരു തീരുമാനമെടുക്കാനായില്ല. വെട്ടുവഴിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേക്കും ഹൃദയമിടിപ്പിന്റെ വേഗത വർദ്ധിക്കുകയും ചെയ്തു. നാളെ രാവിലെ തന്നെ പുറപ്പെടുകയാണെങ്കിൽ യാത്ര ചോദിക്കാൻ ഇനിയൊരു അവസരമുണ്ടാകില്ല. ലോഡ്ജിൽ ചെന്നു കഴിഞ്ഞാൽ എല്ലാം കെട്ടിപ്പെറുക്കി വെക്കാൻ സമയം വേണ്ടിവരും. സൈനബു സ്ഥലത്തില്ലെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പിന്നെ എന്തു പറഞ്ഞാണ് വെറ്റിലപ്പറമ്പിലേക്ക് പോകാൻ താൻ അനുമതി തേടുക? പടിപ്പുരയ്ക്കടുത്തെത്തിയിട്ടും ഒരു നിശ്ചയവും എടുക്കാനാവാതെ മനസ്സുഴറിക്കൊണ്ടിരുന്നു. അധ്യായം 17. ഉണരാൻ പതിവിലേറെ വൈകിയിരിക്കുന്നു. തിടുക്കപ്പെട്ട് എഴുന്നേറ്റിട്ട് ഒന്നുമില്ല ചെയ്തു തീർക്കാൻ. അടുക്കളയുടെ ചുമതല ദേവിക്കാണിപ്പോൾ. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയിലാണ് ദിവസം തുടങ്ങുക. ഗോതമ്പ് ദോശയോ ഉപ്പുമാവോ ആയിരിക്കും പ്രാതൽ. അത് കാലമാകുന്നതിനോടൊപ്പം ചോറും വെന്തിരിക്കും. പപ്പായയോ കുമ്പളങ്ങയോ കൊണ്ടൊരു ഒഴിച്ചുകറി ഉണ്ടാവും. പിന്നെ കുറച്ച് അച്ചാറും. ദേവിക്ക് ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി അരയ്ക്കുന്ന ചമ്മന്തിയും കുറച്ച് ബാക്കി വെച്ചിരിക്കും. അച്ഛൻ ഇതൊക്കെ മതി. മുൻപിൽ എന്ത് വിളമ്പിക്കൊണ്ടു വച്ചാലും നിശബ്ദമിരുന്ന് കഴിച്ച് എഴുന്നേറ്റ് പോകും. അച്ചമ്മയ്ക്കാണ് പരാതി. ഒന്നും നാവിൽ വെക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദേവിയും അച്ചമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് എപ്പോഴും ഭക്ഷണകാര്യം പറഞ്ഞാണ്. പ്രായം ചെല്ലുന്തോറും അച്ചമ്മയ്ക്ക് ശുണ്ഠിയും ഏറി വരുന്നു. ഒരേയൊരു സന്തതിക്ക് വയസ്സുകാലത്ത് പെറ്റ തള്ളയെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന പരിദേവനം ഉണ്ടാകും എപ്പോഴും. എന്തു കേട്ടാലും ചെവിയിൽ വീണമട്ട് കാണിക്കാറില്ല അച്ഛൻ. നിസ്സംഗത നടിക്കുകയേയുള്ളൂ. ആ ഇരിപ്പ് കാണുമ്പോൾ ഉള്ളം ചുട്ടുനീറും. വ്യാകുലത നിറഞ്ഞ ഒരു കൂട്ടം മുഖങ്ങളാണ് ചുറ്റിനുമെന്ന് എപ്പോഴും തോന്നി. അവരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മടങ്ങിവരവ് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. തനിക്ക് പറയാനുണ്ടായിരുന്നത് അച്ഛൻ നിർമ്മമനായി കേട്ടിരുന്നു. അച്ചമ്മ വേവലാതി മറച്ചുവെച്ചില്ല. 3 നേരവും കഞ്ഞി കുടിച്ച് കിടക്കാമെന്ന് വിചാരിച്ചതൊക്കെ വെറുതെ ആയല്ലോ മോളെ. ഇനി എന്താ ചെയ്യുക? ചെയ്യാനൊന്നുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഒരു ജോലി തരപ്പെടുത്തി എടുക്കുന്നത് വരെ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടിയേ പറ്റൂ. ട്യൂഷൻ എടുക്കാൻ കുറെ കുട്ടികളെ സംഘടിപ്പിക്കാനും നിവൃത്തിയില്ലാതായിരിക്കുന്നു. തൻ്റെ അടുക്കൽ വന്നിരുന്ന തൊട്ടയൽപ്പക്കത്തെ കുട്ടികൾ പോലും മറ്റു പലയിടങ്ങളിൽ ചേക്കേറിയിരിക്കുന്നു. ഇനി അടുത്ത സ്കൂൾ വർഷം തുടങ്ങുന്നതുവരെ കാത്തിരിക്കണം. നാട്ടിലെത്തിക്കഴിഞ്ഞ ഉടനെ ഇന്ദുവിനും വസുമതി ചേച്ചിക്കും കത്തെഴുതി. ഒടുവിലാണ് സൈനബുവിന് എഴുതാമെന്ന് വിചാരിച്ചത്. അവൾക്ക് വായിക്കാനും എഴുതാനും ഒന്നും അറിയില്ല. ആരെങ്കിലും വായിച്ചു കൊടുക്കേണ്ടി വരും. എന്നാലും വേണ്ടില്ല. നേരിട്ട് യാത്ര ചോദിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നൊരു കുണ്ഠിതം ഇപ്പോഴും മനസ്സിൽ അവശേഷിക്കുന്നു. മറുപടി എഴുതുന്നതെങ്കിൽ എഴുതട്ടെ. അക്ഷരമറിയാവുന്നവർ വെറ്റിലപ്പറമ്പിൽ ഇല്ലാതെ വരില്ലല്ലോ. ഒരുപാട് ആലോചിച്ചിട്ടാണ് കത്തെഴുതാൻ തുടങ്ങിയത്. ഓരോ വാചകവും കടലാസിലേക്ക് പകർത്തുന്നതിനു മുൻപ് മനസ്സിലിട്ട് അളന്നും തൂക്കിയും നോക്കി. കത്ത് കയ്യിൽ കിട്ടിയാൽ സൈനബു ആദ്യം സമീപിക്കുന്നത് ആരെയാണെന്നറിയാം. യാത്ര പറയാൻ ചെന്ന രംഗം ഇപ്പോഴും കൺമുമ്പിലുണ്ട്. എവിടെ നിന്നോ പൊട്ടി വീണു കിട്ടിയ ധൈര്യവും സംഭരിച്ചുകൊണ്ടാണ് അന്ന് വൈകുന്നേരം ആ പടികൾ കയറി ചെന്നത്. പൂമുഖത്ത് ഹസനിക്ക ഉണ്ടായിരുന്നു. കയറി ചെന്നത് ആ മനുഷ്യന്റെ മുന്നിലേക്കാണ്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചിരുന്നിട്ടും നിമിഷങ്ങളോളം അസ്തപ്രജ്ഞയായി നിന്നുപോയി. നീണ്ട വരാന്തയിൽ ഇരു കൈകളും പിന്നിൽ കെട്ടി ഉലാത്തുകയായിരുന്നു ആൾ. തന്നെ കണ്ടപാടെ നടത്തം നിർത്തി നേർക്ക് നേരെ നിന്നു. ഉള്ളം നടുങ്ങി വിറച്ചു. കേട്ടുമറന്ന മുത്തശ്ശിക്കഥകളിലെ രാക്ഷസ രൂപികളെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അബുവിന്റെ ഇരട്ടി വലിപ്പമുണ്ട് ആ ശരീരത്തിനെന്ന് തോന്നി. മുറുക്കയ്യൻ ബനിയനും നെഞ്ചിലേക്ക് കയറ്റി വെച്ചെടുത്ത കൈലിയും ഉയരക്കൂടുതൽ തോന്നിപ്പിക്കുന്നു. തിരിഞ്ഞോടാൻ മനസ്സ് വെമ്പൽ പൂണ്ടു. ആ മൊട്ടത്തലയും തുറച്ചുനോട്ടവും മുഖത്തെ ഭീവത്സമാക്കുകയാണെന്നറിഞ്ഞു. പൊടുന്നനെയാണ് അകത്ത് നിന്ന് അയാൾ കടന്നു വന്നത്. ഹസനിക്കയെ നോക്കുന്ന ആൾ. എന്താ ടീച്ചറെ? മുന്നിൽ നിശ്ചലം നിന്നിരുന്ന രൂപത്തെ മറികടന്ന് അയാൾ പടികളിറങ്ങി മുറ്റത്തേക്ക് വന്നു. എനിക്ക് വല്യുമ്മയെ ഒന്ന് കാണണമായിരുന്നു. വാക്കുകൾ പുറത്തേക്ക് വഴുതി വീണു. ആ വഴി ചെന്നോളൂ.
പിന്നാമ്പുറത്തേക്കുള്ള വഴി ചൂണ്ടിക്കാട്ടി ആ മനുഷ്യൻ പറഞ്ഞു. കേൾക്കേണ്ട താമസം കാലുകൾ വലിച്ചുവെച്ചു. തിരിച്ച് വീണ്ടും പൂമുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. ഹൃദയം പടഹധ്വനി മുഴക്കുന്നതറിഞ്ഞു. വന്ന കാര്യം സാധിച്ച് എത്രയും വേഗം സ്ഥലം കാലിയാക്കണം. ആൾ സ്ഥലത്തുണ്ടാവുമോ ആവോ? മാളികപ്പുരയിൽ ആളനക്കത്തിന്റെ ശബ്ദമൊന്നും കേൾക്കാനില്ല. ഈശ്വരാ, തന്റെ ഈ സംസാരം വെറുതെയാവുമോ? അടുക്കള വശത്ത് കൽമേയി ഉണ്ടായിരുന്നു. ഉണങ്ങാനിട്ടിരുന്ന വിറക് പെറുക്കി തിണ്ണയിൽ അടുക്കുന്നതിനിടയിൽ അതിശയത്തോടെ അവർ തിരിഞ്ഞു നിന്നു. എന്തേ ഈ വഴിക്ക്? മാസങ്ങളാകുന്നു താൻ അവിടെ ചെന്നിട്ട്. ഹസനിക്കയുടെ വരവിന് ശേഷം ഒരിക്കൽ പോലും പടി ചവിട്ടിയിട്ടില്ല. യാത്ര ചോദിക്കാൻ വന്നതാണ്. ഇവിടുത്തെ ജോലിയിൽ നിന്നും പിരിഞ്ഞു. നാളെ നാട്ടിലേക്ക് പോകണം. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. അതെന്താ അങ്ങനെ? കേട്ടതൊന്നും അവർ വിശ്വസിച്ചില്ലെന്ന് തോന്നി. സാവധാനം പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നു. കൽമേയിയോട് മാത്രമല്ല, ഉമ്മയോടും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ കുറെ സമയമെടുത്തു. സൈനബവും കുട്ടികളും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ ടീച്ചറെ. ഉമ്മയ്ക്ക് അതോർത്തായിരുന്നു വിഷമം. എല്ലാവരോടും യാത്ര ചോദിച്ചു പോകണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ സൈനബ് വരുന്നത് വരെ കാത്തിരിക്കാമെന്ന് വെച്ചാൽ ദിവസങ്ങൾ നീണ്ടുപോകും. ഓള് ഇനി എന്നാ വരികയെന്ന് നിശ്ചയമില്ല. പറഞ്ഞയച്ചെങ്കിൽ ഒന്ന് വന്നു പോയേനെ. കഷ്ടമായി പോയി. അയ്യൂബും ചേക്കുട്ടിയും ഇത്തിരി മുമ്പാ അങ്ങോട്ടേക്ക് പോയത്. സാരമില്ല, അവരൊക്കെ വരുമ്പോൾ പറഞ്ഞേക്ക്. പറയാൻ ടീച്ചറെ. അറിയുമ്പോൾ കുട്ടികൾക്കൊക്കെ വിഷമമാവും. അതിനിടയിൽ വാതിൽക്കൽ കാൽപ്പെരുമാറ്റം കേട്ട് തലതിരിച്ചു. താൻ കാണാൻ ആഗ്രഹിച്ചു വന്ന മുഖം. കൽമയെ വിളിച്ചുകൊണ്ടു വന്നതാണ്. ഉച്ചമയക്കത്തിൽ നിന്ന് ഉണർന്നു വന്ന ആളിന്റെ മുഖത്ത് അമ്പരപ്പ് തെളിഞ്ഞിരിക്കുന്നു. ആ നോട്ടം ഏറ്റുവാങ്ങാനായില്ല. മിഴികൾ നിലത്തേക്ക് ചാഞ്ഞു. ടീച്ചർ പോവുകയാണ് മോനെ. ഉമ്മ പറയുന്നത് കേട്ടു. അറിഞ്ഞു? ഇത്ര പെട്ടെന്ന്? വാക്കുകൾ അർത്ഥോക്തിയിൽ നിൽക്കുന്നു. എന്താണ് പറയേണ്ടതെന്നറിയാതെ നിൽക്കുമ്പോൾ ചോദ്യമുണ്ടായി. പെർമനന്റ് ആയിരുന്നില്ലേ ഈ ജോലി? മറിച്ചായിരുന്നു ഇതുവരെ വിശ്വസിച്ചിരുന്നതെന്ന് തോന്നി. വിശദാംശങ്ങളെക്കുറിച്ച് താൻ സൈനബിനോട് പറഞ്ഞിരുന്നില്ലല്ലോ എന്നോർത്തു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനമായിരുന്നു. ഇപ്പോൾ പിരിഞ്ഞില്ലെങ്കിലും ഏപ്രിൽ 30-ന് പിരിച്ചുവിടുമായിരുന്നു. പിന്നീട് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. നിശബ്ദം മുറിവാതിൽക്കൽ നിൽക്കുന്നത് കണ്ടു. ടീച്ചറെ രാവിലെ പോവാണ്. മോൻ നാളെ ചെല്ലുമ്പോൾ സൈനബുവിനോടും കുട്ടികളോടും പറയണം. ഉമ്മയുടെ സ്വരം കാതുകളിൽ വീണു. പ്രതികരണമൊന്നും ഉണ്ടാവാഞ്ഞതുകൊണ്ട് തലയുയർത്തി ആ മുഖത്തേക്ക് നോക്കി. നിശ്ചലം നിൽക്കുകയാണ് ആൾ. ആ കൺകോണുകൾ സാവധാനം ചുവന്നു വരുന്നതറിഞ്ഞു. വലിഞ്ഞു മുറുകുകയാണ് തന്റെ ഹൃദയം. ശ്വാസമടക്കി നിൽക്കുന്നതിനിടയിൽ ആ രൂപം കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി. ഉള്ളിലെ സ്തോഭം അടക്കി പിടിക്കാനാകുന്നില്ല. എങ്ങനെയോ ഉമ്മയോട് യാത്രാമൊഴി പറഞ്ഞൊപ്പിച്ചു. ചായകുടി കഴിഞ്ഞ് പോകാമെന്ന് അവർ പറഞ്ഞത് കേട്ടില്ലെന്ന് നടിക്കേണ്ടി വന്നു. അടുക്കളയിലേക്ക് പോയിരുന്ന കൽമേയുടെ കണ്ണിൽപ്പെടാതെ ഇറങ്ങി നടന്നു. മിഴിനീരിന്റെ ഉറവ എപ്പോഴാണ് പൊട്ടിയൊഴുകാൻ തുടങ്ങുന്നതെന്ന് നിശ്ചയമില്ല. ഒന്നുറക്കെ കരയാനാവുമെങ്കിൽ ഒട്ടൊരാശ്വാസം കിട്ടുമായിരുന്നു. പക്ഷേ വയ്യല്ലോ. പിന്നാമ്പുറം ചുറ്റി വളഞ്ഞ് പൂമുഖത്തെത്തുന്നതിനു മുമ്പ് അടഞ്ഞു കണ്ട ചുവരിൽ തല ചായ്ച്ച് ഒരു നിമിഷം നിന്നു. മനസ്സിന്റെ വിതുമ്പലടക്കാനാവുന്നില്ല. ആത്മനിയന്ത്രണത്തിന്റെ അവസാനത്തെ നൂലിഴകളും പൊട്ടി വീണിരിക്കുന്നു. സ്വയം അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൊട്ടു മുൻപിൽ അപ്പോഴും ആ മുഖമുണ്ടെന്ന് തോന്നി. അമ്പരപ്പ് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന മുഖം. എത്ര നേരം ആ നിൽപ്പ് നിന്നുവെന്നൊന്നും ഓർമ്മയില്ല. ബോധതലം ഉണർന്നു കഴിഞ്ഞപ്പോൾ കാലുകൾക്ക് ചലനമുണ്ടായി. സാരി തലപ്പത്ത് മുഖം അമർത്തി തുടച്ചു. പൂമുഖത്തെത്തുമ്പോൾ ഹസനിക്ക അപ്പോഴും അതേ നിൽപ്പിലായിരുന്നു. തൊട്ടടുത്ത് തന്നെ നോട്ടക്കാരനും. ആദ്യം തോന്നിയ ഭയമൊന്നും ഉള്ളിലുണ്ടായില്ല. ശ്രദ്ധ മുഴുവൻ മാളികപ്പുരയിലായിരുന്നു. ശൂന്യമായിരുന്നു അവിടം. പിന്നീട് ആളിനെ കാണാൻ കഴിഞ്ഞത് പിറ്റേന്ന് രാവിലെയാണ്. എല്ലാം അടുക്കിപ്പെറുക്കി യാത്ര പുറപ്പെടാനിരുന്ന ദിവസം. 8 മണിക്കായിരുന്നു ബസ്. സ്റ്റാൻഡ് വരെ ചിന്നമ്മ കൂട്ടുവരാനൊരുങ്ങി. തന്റെ വേർപാട് അവളെ ആയിരുന്നു ഏറ്റവും കൂടുതൽ തളർത്തിയത്. ഉള്ളിലെ ദുഃഖം നന്ദിനി ചേച്ചിയിലും പ്രകടമായി. മറ്റുള്ളവരൊക്കെ നിസ്സംഗത നടിച്ചു. വെളുപ്പിന് ഉറക്കമുണർന്നു വരുമ്പോൾ ആദ്യം നോട്ടം വീണത് മാളികപ്പുരയിലേക്കാണ്. കൈവരിയിൽ ഇരു കൈകളും കുത്തി എങ്ങോ നോട്ടമയച്ച് അവിടെ ഒരാൾ. ഹൃദയം കുതിച്ചു ചാടുന്നതറിഞ്ഞു. തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിരാവിലെ തന്നെ കല്യാണ വീട്ടിലേക്ക് പോയിരിക്കാനാണ് സാധ്യതയെന്ന് മനസ്സ് പറഞ്ഞിരുന്നു.
നിർനിമേഷനായി എത്ര നേരം ആ നിൽപ്പ് നിന്നുവെന്നൊന്നും ഓർമ്മയില്ല. ചിന്നമ്മയുടെ രംഗപ്രവേശമാണ് സ്ഥലകാല ബോധമുയർത്തിയത്. തനിക്കുള്ള കട്ടൻ കാപ്പിയുമായി വന്നതാണവൾ. നോട്ടം പാറി വീണ ഏതോ നിമിഷങ്ങളിൽ അറിഞ്ഞു മാളികപ്പുര വിജനമായിരിക്കുന്നു എന്ന്. പുറത്ത് കാണിക്കാനാവാത്ത നൊമ്പരം ഇപ്പോഴും ഉള്ളിലിരുന്ന് വിങ്ങുന്നു. പകൽ ഇവിടെ തനിച്ചാവുമ്പോഴാണ് മനസ്സിൽ ഉറഞ്ഞുകൂടിയ അസ്വസ്ഥത വീണ്ടും തലയുയർത്തുന്നത്. അച്ഛൻ ബീഡി ഇലകളുമായി ഇറയത്തോ തിണ്ണയിലോ ചടഞ്ഞുകൂടും. ദേവിയും സുമയും ശ്യാമും പോയിക്കഴിഞ്ഞാൽ അച്ഛമ്മ ഇരുന്നും കിടന്നും സമയം തള്ളി നീക്കും. പിറുപിറുക്കലും മുറയ്ക്കുണ്ടാവും. ഒന്നിന്റെയും തലവര ശരിയല്ല. ഈ പെണ്ണെങ്കിലും രക്ഷപ്പെട്ടു പോകുമെന്ന ഞാൻ കരുതിയത്. തന്നെ കാണുമ്പോഴാണ് അവരുടെ മനസ്സമാധാനം നഷ്ടമാവുന്നതെന്ന് പലപ്പോഴും തോന്നി. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അനുഭവിക്കാനും വേണം യോഗം. ആത്മഗതങ്ങളും ഉണ്ടാവും ഇടയ്ക്കിടെ. ഒരിക്കൽ കുഞ്ഞമ്മാവൻ വന്നപ്പോൾ പറയുന്നത് കേട്ടു. 2 അമ്മാവന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? ഓടപ്പിറന്നവളുടെ മക്കളിൽ ആരെയെങ്കിലും ഒന്ന് കരയ്ക്കെത്തിക്കാൻ നിങ്ങൾക്കായോ? അമ്മാവൻ നിശബ്ദമിരുന്ന് എല്ലാം കേട്ടിട്ട് പോയി. യാത്ര പറയുമ്പോൾ കയ്യിലുണ്ടായിരുന്ന 25 രൂപ അച്ചമ്മയുടെ തലയിണ കീഴിൽ വയ്ക്കാൻ മറന്നില്ല. അച്ഛനെ അപ്പോൾ തന്നെ അച്ചമ്മ എഴുന്നേൽപ്പിച്ച് ചന്തയിൽ പറഞ്ഞയച്ചു. അന്നുച്ചയ്ക്ക് മീൻ പൊരിച്ചതും കറിവെച്ചതും കൂട്ടി പതിവിലേറെ ചോറുണ്ടു അവർ. ഇന്ന് രാത്രിയും ചോറ് മതി മോളെ. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിർദ്ദേശമുണ്ടായി. അത്താഴം കഞ്ഞിയായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ. കയ്യിൽ അവശേഷിച്ചിരുന്ന രൂപ കൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയായിരുന്നു അച്ഛൻ. ബീഡിത്തെറുപ്പിൽ നിന്നും കിട്ടുന്നത് കൊണ്ട് കഷ്ടിച്ച് റേഷൻ വാങ്ങും. പുറം ചെലവുകളായിരുന്നു ഏറെയും. അച്ചമ്മയ്ക്കുള്ള കുഴമ്പ് ആഴ്ചതോറും മുടങ്ങാതെ വാങ്ങണം. ഇല്ലെങ്കിൽ അതും പറഞ്ഞാണ് അച്ചമ്മ മറ്റുള്ളവരുടെ സ്വൈര്യം കെടുത്തുന്നത്. താൻ അയച്ചു കൊടുത്തിരുന്ന തുക വലിയ ഒരു ആശ്വാസമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസങ്ങൾ. ദേവിക്ക് അല്ലറ ചില്ലറ തയ്യൽ പണികളൊക്കെ കിട്ടിത്തുടങ്ങിയിരുന്നു. ആ രൂപയൊക്കെ പൗഡറും ചാന്തും കൺമഷിയും മുത്തുമാലയും ഒക്കെ വാങ്ങാനാണ് അവൾ ചെലവഴിച്ചിരുന്നത്. ആഹാരം കഴിച്ചില്ലെങ്കിലും ശരി, അണിഞ്ഞൊരുങ്ങി നടക്കണം. അതായിരുന്നു ദേവിയുടെ പോളിസി. ഒരിക്കൽ തലയിൽ തേക്കാനുള്ള എണ്ണയ്ക്ക് വേണ്ടി അവൾ അച്ഛൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങുന്നത് കണ്ടു. നിന്റെ കയ്യിൽ രൂപയുണ്ടായിരുന്നല്ലോ ദേവി, അതിൽ നിന്നും എടുത്തുകൂടെ? എല്ലാറ്റിനും അച്ഛനെ ബുദ്ധിമുട്ടിക്കണോ? ചോദിക്കാതിരിക്കാൻ മനസാക്ഷി അനുവദിച്ചില്ല. എനിക്കൊരു ധാവണി വാങ്ങണം, അതിന് കൂട്ടി വയ്ക്കുകയാണ്. എപ്പോഴും സ്വന്തം കാര്യം നേടിയെടുക്കാൻ സമർത്ഥയായിരുന്നു അവൾ. 5-6 മാസത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഒരു ബ്ലൗസിന്റെ തുണി വാങ്ങാൻ പോലും തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്തുപോയ നിമിഷങ്ങൾ. ആ ഇടയ്ക്കാണ് ദേവിയുടെ പ്രണയ വാർത്ത ചെവിയിൽ വീഴുന്നത്. കുഞ്ഞമ്മാവൻ വന്ന് പറയുകയായിരുന്നു. മറ്റാരുടെയും കാതുകളിൽ വീഴാതെ കിണറ്റുകരയിലേക്ക് വിളിപ്പിച്ച് വിനയനെക്കുറിച്ച് അമ്മാവൻ പറയുമ്പോൾ മനസ്സ് വിറകൊണ്ടു. അവളെ നന്നായി ഉപദേശിക്കണം നീ. വെറുതെ ഓരോ അനർത്ഥങ്ങൾ വലിച്ച് വെക്കണ്ടെന്ന് പറയ്. എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ നിശബ്ദം നിൽക്കുമ്പോൾ അമ്മാവൻ തുടർന്നു. മറ്റാരെങ്കിലും പറഞ്ഞ് ഭാസ്കരേട്ടന്റെ ചെവിയിലെത്താൻ ഇടവരുത്തണ്ട. അതിനു മുമ്പ് അവളെ നേരെയാക്കാൻ നോക്കണം. ഞാൻ പറയാം, പക്ഷെ അനുസരിക്കുമോ എന്നറിയില്ല. അമ്മാവൻ കൂടി ഒന്ന് ഉപദേശിക്ക്. ഇപ്പോൾ ഞാൻ അറിഞ്ഞെന്ന് വരുത്തണ്ട മായേ. നീ തഞ്ചത്തിലൊന്ന് അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ നോക്ക്. നിന്റെ കയ്യിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ ഞാൻ ഇടപെടാം. ദേവിയെ നേരെയാക്കാനുള്ള ചുമതല തൽക്കാലം തന്നിൽ ഏൽപ്പിച്ചിട്ട് അമ്മാവൻ സ്ഥലം കാലിയാക്കി. എന്നിട്ടും ആ വാക്കുകൾ മനസ്സിൽ നിന്ന് കുത്തിപ്പിരിഞ്ഞുകൊണ്ടിരുന്നു. ദേവിയെ കുറ്റപ്പെടുത്താൻ എന്തുകൊണ്ടോ മനസാക്ഷി സന്നദ്ധമാകുന്നില്ല. പക്ഷേ തന്നെപ്പോലെയല്ല അവൾ. പ്രലോഭനങ്ങൾ വീഴാനുള്ള സാധ്യതയേറും. പ്രത്യേകിച്ച് വീട്ടിൽ ആരെയും പേടിക്കാനില്ലതാനും. പണ്ടേ മക്കളെ ശകാരിക്കാറില്ല അച്ഛൻ. ആ പ്രകൃതം ദേവിക്ക് വളം വെച്ചു കൊടുക്കുകയും ചെയ്തു. കാര്യങ്ങൾ അച്ഛനോട് പറയുകയാണ് നല്ലതെന്ന് പലപ്പോഴും തോന്നി. ആദ്യം ദേവിയോട് സംസാരിക്കാം. അവളോട് നിലപാട് അറിയണമല്ലോ. പിന്നീട് കാത്തിരിപ്പായിരുന്നു ദേവി വരുന്നതും നോക്കി. അടുത്ത ഭാഗം നാളെ.